നമസ്കാരം, എൻ്റെ പേര് യൂൻസ്. ഇന്നെ എല്ലാവർക്കും അറിയാം. ഇവിടെ ഇതിൻ്റെ മുന്നേ ഇതേപോലെ തന്നെ ഇപ്പോൾ ഒരു സ്ത്രീ അതവിടെ നിൽക്കണ്. ഇല്ല, എല്ലിൻ്റെ ഡോക്ടർ ഇല്ല, 10 OP നിർത്തിയിരിക്കണ്. ഇതെന്താ ഇപ്പോൾ ഈ താലൂക്ക് ആശുപത്രി? ഇതെന്താ ഇവർ തമ്മിലൊരു കളിയാണ്. ഇതിൻ്റെ മുന്നേ റവന്യൂ ഇൻസ്പെക്ടർ കൊടുത്ത്, ഇവിടുത്തെ മുനിസിപ്പാലിറ്റി കളക്ടർക്ക് കൊടുത്ത്, എല്ലാവരും ഇവിടുത്തെ സൂപ്രണ്ട് ഇപ്പോഴും അവരാകാം മുനിസിപ്പാലിറ്റിയിലൊക്കെ. ഇവിടെ ഇങ്ങനെ ഈ ചികിത്സ ഇപ്പോൾ എനിക്കിന്ന് എല്ലിൻ്റെ ഡോക്ടറെ കാട്ടാനുള്ള ഇല്ല. എൻ്റെ വണ്ടിക്കൂലി ഇതേമാതിരി ഓരോ ആൾക്കാർക്ക് ഇത് ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം തന്നെ തെറ്റാണ്. എന്താ വെച്ചാൽ ഇവിടെ നിന്നിട്ട് വൈകുന്നേരം വരെ കുട്ടികളും പിടിച്ചിരിക്കുക. ഇവിടെ 2500 ആൾക്കാർ ഇവിടെ എവിടെ നമ്മളെ താലൂക്ക് ഹോസ്പിറ്റലാണ്. ഇത് ഹെൽത്ത് സെൻ്റർ അല്ല. ഇവിടെ പെട്ടെന്ന് നാളിപ്പോൾ ഇത് പറഞ്ഞ മാതിരി തന്നെ ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് എന്താ ഇവിടുത്തെ എന്ത് ഉറപ്പുള്ളത് ഇവിടെ? ഇത് എത്രാമത്തെ വട്ടറിയാം നമ്മളൊക്കെ കംപ്ലൈൻറ്റ് കൊടുക്കണ്. ഇവിടെ അറസ്റ്റ് ചെയ്യാനും ഇതാക്കാൻ നിയമമുണ്ടെങ്കിൽ ഇവിടെ സ്വത്തിനും ഇതിനും നമുക്കുള്ള ഈ ആരോഗ്യവകുപ്പ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുറേ ഒരു ഫണ്ട് ഇതാക്കും, 2 ലക്ഷം പ്രഖ്യാപിച്ചാണ്. അതുകൊണ്ട് എന്ത് കാര്യമാണ് ഇവിടെ? ഒരു കാര്യമുണ്ട്. ഇപ്പോൾ അവിടെ സ്ത്രീ അതാ നിൽക്കണേ പുറത്ത് ഇന്ന് എല്ലിട്ടുകാണ്ട് ഇതൊക്കെ ഇന്ന് സ്റ്റിച്ച് എടുക്കേണ്ട അവസ്ഥ. ഈ 10:50 ഇതാ നിങ്ങളിപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, ഇവിടെ 10:50 എല്ലിൻ്റെ ഡോക്ടർ ഇല്ല. അപ്പോൾ ഞങ്ങൾ ഈ ജനറലിൽ കാണിക്കണം ഈ ടെസ്റ്റും കാര്യം. അത് ഇത് ഇങ്ങനെ പോയിക്കാണ് നമ്മളെ കേരളം എങ്ങോട്ടാണ് പോണത്? നമ്മൾ പ്രതികരിച്ച് ഇപ്പോൾ ഈ പോലീസുകാരും ബലക്ക നിൽക്കണ് ഓലെ പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവും? ആരും കാരണേ. ഇതിന് ആരോഗ്യവകുപ്പ് നല്ലൊരു തീരുമാനം എടുക്കണം. ഇത്രയും നമ്മൾ കംപ്ലൈൻറ്റ് ഇവിടെ വിജിലൻസ് അന്വേഷണം മതി. എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. പിന്നെ നടക്കുക. ഇവിടെ സത്യത്തിൽ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയത്തോളം ഒന്ന് സിസ്റ്റം. ഇവിടെ ഡോക്ടർമാരില്ലേ? അതിന് ഡോക്ടർമാരെ നിയമിക്കണം. ഇവിടുത്തെ പ്രതിനിധികൾ അപേക്ഷ കൊടുത്തിട്ടാണെങ്കിൽ കഴിയൂലേ? ഒരു MLA വിചാരിച്ചാൽ കഴിയൂലേ? ഇവിടെ നമ്മൾ സാധാരണ ആൾക്കാരെ എല്ലാവരും വിചാരിച്ചാൽ ഇതൊക്കെ അവിടെ എത്തണില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ആരോഗ്യവകുപ്പ് ഈ നടപടി എടുക്കണില്ല? ഇത് ആർക്കും വേണ്ട? കുത്തക മുതലാളിമാർക്ക് വേണ്ടിയിട്ടോ ഇല്ല മറ്റുള്ള മരുന്നും കമ്പനിക്കാർക്ക് നന്നാക്കാൻ വേണ്ടിയിട്ടോ? ഇവിടെ പറഞ്ഞാൽ ആരോഗ്യവകുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇതിനും പോരാ. ആരോഗ്യവകുപ്പല്ല, ഡോക്ടർമാരെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഡോക്ടർമാരെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു 100 ആൾക്കാർ നോക്കണത് ആ 200 ആൾക്കാർ കൊടുത്ത് ഓലൊക്കെ നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല. എങ്ങനെ പറയാൻ പറ്റുക? അതിനുള്ള ഡോക്ടർമാരെ നിയമിക്കണോ? അതിനല്ലേ സർക്കാർ. ഏറ്റവും പ്രിയപ്പെട്ട ഈ പ്രതിഷേധ സമരത്തിലേക്ക് എത്തിച്ചേർന്ന സഹപ്രവർത്തകരെ, ഈ സമരം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരെ, മറ്റു പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ഈ താലൂക്ക് ആസ്ഥാനത്തുള്ള ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നിരന്തരം ആളുകൾ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഡോക്ടർമാരുടെ അനാസ്ഥ, ജീവനക്കാരുടെ തൻപോരിമ, ഇവിടുത്തെ ഗുണ്ടായിസം പോലെ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ മറ്റുള്ള ആളുകളെക്കുറിച്ചൊക്കെ നിരന്തരം ആളുകൾ പരാതിപ്പെടുകയും ആ പരാതികളൊക്കെ ഇവിടുത്തെ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടും യാതൊരു വിധത്തിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്തതിൻ്റെ പേരിലാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് ഈ ഒരു റമദാൻ മാസത്തിൽ ഇതുപോലൊരു പ്രതിഷേധവുമായി ഇങ്ങോട്ട് കടന്നു വരാനുണ്ടായ സാഹചര്യം. നമുക്കറിയാം, നിരന്തരമായിട്ട് ചികിത്സ നിഷേധിക്കുന്ന ഡോക്ടർമാർ, അവരൊക്കെ ഈ പാവപ്പെട്ടവൻ്റെ പണം വാങ്ങിയിട്ടാണ് ഇവിടെ സേവനം ചെയ്യുന്നത് എന്നുള്ള മര്യാദ പോലും മറന്നുകൊണ്ടാണ് അവരൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പരിസരത്തിലുള്ള കുത്തക സ്വകാര്യ ഹോസ്പിറ്റലുകളിലേക്ക് റെഫർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ഏജൻസിയായിട്ട്, ഒരു റൂമായിട്ട് അവരൊക്കെ ഇതിനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ വെച്ചുപുറപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറല്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഈ ഒരു പ്രതിഷേധ സമരം ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്,
കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജില്ലക്കകത്ത് തന്നെ ഏറ്റവും മികച്ച ഒരു താലൂക്ക് ഹോസ്പിറ്റലായിട്ട് നമുക്ക് ഈ ഹോസ്പിറ്റലിനെ വളർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെ ഈ ഹോസ്പിറ്റലിനെ നിലക്ക് നിർത്താൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. അതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന ആരാണെങ്കിലും അവരെ അരനിമിഷം പോലും വെച്ച് പുറപ്പിക്കാതെ എടുത്ത് പുറത്തിടാനുള്ള ആർജവം യൂത്ത് കോൺഗ്രസ് കാണിക്കുമെന്ന് വളരെ അർത്ഥശങ്കക്കിടയില്ലാതെ ഈ സമരത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഇവിടെ ശ്രമിച്ചു, ഇവിടെ വരുന്ന ഓരോ രോഗിക്കും പറയാനുള്ളത് ഇതുപോലെ പ്രയാസകരമായ കഥകളാണ്. ഇന്ന് രാവിലെ ഈ ഒരു മാർച്ച് അനൗൺസ് ചെയ്തത് മുതൽ നിരന്തരമായിട്ട് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് സമരം ചെയ്യുന്നുണ്ടെന്നറിഞ്ഞു, ഞങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി നിങ്ങൾ പറയണം. ഹോസ്പിറ്റലിൽ നിത്യ രോഗികളായ ഞങ്ങൾക്ക് മരുന്ന് കിട്ടിയിട്ട് മാസങ്ങളായി എന്നുള്ള പ്രയാസങ്ങൾ അവർ പങ്കുവെച്ചു. ഈ ഇവിടുത്തെ ജീവനക്കാരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇവിടെ മതിയായ ഡോക്ടർമാരില്ല, ഉള്ള ഡോക്ടർമാർ തന്നെ 3-4 വർഷമൊക്കെ ഇവിടെ സേവനമനുഷ്ഠിച്ചതിൻ്റെ പേരിൽ അവർ വലിയ തൻപോരിമയോടുകൂടി ഈ ഹോസ്പിറ്റലൊക്കെ അവരുടെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ധിക്കാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ മതിയായ ജീവനക്കാരില്ല, മതിയായ ജീവനക്കാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം നമ്മൾ അപേക്ഷകൾ നൽകിയിട്ടും കേരളം നമ്പർ 1 ആണ് എന്ന് രായ്ക്ക് രാമാനം പറഞ്ഞു നടക്കുന്നവർ അതിനെതിരെ ഒരു അക്ഷരം പോലും പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. മതിയായ ജീവനക്കാരെ ഇവിടെ നിയമിക്കാൻ അവർ തയ്യാറാകുന്നില്ല. നമ്മുടെ ആരോഗ്യ മേഖല ഇങ്ങനെ കുത്തഴിഞ്ഞു പോകുമ്പോൾ ശക്തമായ സമരവുമായി ഇനിയും ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. നമ്മുടെ തിരുരങ്ങാടി ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ പരമാവധി MLA ആയാലും നമ്മളെ മുനിസിപ്പാലിറ്റി ആയാലും പരമാവധി എല്ലാ വികസനത്തിനും ഫണ്ട് വെക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഇതിനെ താറടിച്ച് കാണിക്കാൻ യൂത്ത് കോൺഗ്രസും അനുവദിക്കില്ല എന്ന് ഒരൊറ്റ വാക്കിൽ ഞങ്ങൾ എല്ലാവരും ശബ്ദിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡോക്ടർ ഇല്ലാഞ്ഞാൽ നമുക്ക് സാധാരണ ഇവിടെയുള്ള ഡ്യൂട്ടി വേറെയുള്ള ഡോക്ടർമാരല്ല, ഏതെങ്കിലും ഡോക്ടർമാർ വന്ന് കണ്ട് പകരക്കാരനായി പരിശോധിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇരട്ടത്താപ്പാണ് ഇവിടുത്തെ ഡോക്ടർമാർക്ക്. ഇവരെല്ലാം വീട്ടിൽ ചെന്ന് കാണുമ്പോൾ ഇവർ പരമാവധി രോഗിൻ്റെ രോഗം ചോദിച്ചറിയും. ഇവിടുന്ന് മുഖത്തേക്ക് നോക്കാനുള്ള സന്മൻസും കൂടി കാണിക്കില്ല ഇവിടുത്തെ ഡോക്ടർമാർ. കീഴായിട്ട് നോക്കി എഴുതി അടുത്ത ആളെ വിളിക്കും. ആ ഒരു സമീപനം മാറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ കർശനമായിട്ട് ഇതിനെ എതിർക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഞങ്ങൾ വളരെ വളരെ കുറഞ്ഞ ആളുകളെ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ഇത് ആരെ കൊണ്ടും തടുത്താൽ നിൽക്കാത്ത കോലത്തിലേക്ക് ഞങ്ങൾ മാറ്റുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു.